നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിനെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാനായിട്ട് താല്പര്യമുള്ളവര് അത് കാണുകയും കഥ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. കാരണം നിങ്ങൾക്ക് പുതിയ കഥയായിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഞാൻ അലീനയുടെ മനുഷ്യങ്ങളുടെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ നാളത്തെ കഥയെ കാണുന്ന ഒടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി സുഭാഷിന്. കാരണം നീതി തൻ്റെ മനസ്സ് സുഭാഷിന്റെ മുന്നിൽ തുറക്കുവാണ്. ഞാനും ഈ നിൽക്കുന്ന സുധീഷും തമ്മിൽ ഒരു പ്രണയവിവാഹമൊന്നും അല്ലായിരുന്നു, അത് അപ്രത്യക്ഷമായിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ നിധി പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സുഭാഷിന് ആകെ സങ്കടമായി. സുഭാഷ് ആകെപ്പാടെ വിഷമിച്ചങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സുധീഷ് കാലിലേക്ക് വന്ന് വീണിട്ട് പറഞ്ഞു, ചേട്ടാ എന്നോട് ക്ഷമിക്കേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സുഭാഷ് ഒന്നും കുറ്റമൊന്നും പറഞ്ഞില്ല, സുധീഷിനെ ചേർത്ത് പിടിച്ചു. ആ സമയത്ത് സുധീഷിന്റെ മാനസികാവസ്ഥ എന്താന്ന് സുഭാഷിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എങ്കിലും അവന് തന്നോട് സത്യങ്ങൾ തുറന്നു പറയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഫംഗ്ഷൻ ഒന്നും വെക്കില്ലായിരുന്നല്ലോ. ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി എല്ലാവരുടെയും മുന്നിൽ നാണം കെടാനായിട്ട് പോകുവാണ്. നിധിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് അറിയിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ വിളിച്ചു കൂട്ടി സദ്യ ഒരുക്കിയതും എല്ലാം വെറുതെ ആയി. ആൾക്കാർക്ക് പറഞ്ഞു ചിരിക്കാനായിട്ട് ഒരു കാരണം കൂടെ. അല്ലെങ്കിൽ തന്നെ നാട്ടുകാർക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലായിരുന്നു. മൂന്നാല് ആൺമക്കളുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ പെണ്ണ് വാഴത്തില്ല. ഏതെങ്കിലും പെണ്ണ് ഇവിടെ വന്ന് ജീവിക്കോ? ഇങ്ങനെ കിടക്കുന്ന വീട്ടിൽ കുപ്പത്തൊട്ടി പോലെ കിടക്കുന്ന വീട്, അങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു നികേഷിനെയാണെങ്കിലും സുഭാഷിനെയൊക്കെ കാണുമ്പോൾ. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധിയും കൂടെ മുന്നിൽ വന്ന് പെടുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? പാവ സുഭാഷ് നിധിയോട് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട, ഈ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാം, ഞങ്ങൾ കുറച്ച് നാണം കിടുന്നുള്ളൂ, എന്നാലും നിധിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ, നിധി ഇവിടുന്ന് പൊയ്ക്കോ, ഇനി നിധി ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തോളാം, അവരോട് സംസാരിച്ച് അവരെയൊക്കെ പറഞ്ഞു വിട്ടോളാം. സുഭാഷ് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് അങ്ങനെ ആ സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് വരുക. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ആ സമയം സുധീഷും പിന്നാലെ തന്നെ ഉണ്ട്. അങ്ങനെ സുഭാഷ് വന്ന് നിൽക്കുമ്പോഴത്തേനും ആൾക്കാരൊക്കെ പരസ്പരം നോക്കുവാണ്. ഇതെന്താ ചെക്കൻ്റെ ചേട്ടൻ വന്ന് നിൽക്കുന്നേ? പെണ്ണും ചെക്കനും വരാനുള്ളതിന് റിസപ്ഷന് സമയമായിട്ട് ഇതുവരെയായിട്ടും എത്തിയിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ പെണ്ണെങ്ങാനും ഓടിപ്പോയി കാണുമോ? പറയാൻ പറ്റില്ല. ഈ വീട്ടിലേക്ക് ഏത് പെണ്ണ് വന്നാ താമസിക്കുന്നത്? എവിടുന്ന് വരാനായിട്ടാ? അല്ലെങ്കിൽ ഒരു കുടിയൻ്റെ വീട്ടിലേക്ക് ആര് വരാനാ? ഭാസ്കരനെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. കുടിയൻ മാത്രമാണോ? കൊലയാളിയല്ലേ എന്ന് അപ്പം അടുത്തയാളുടെ കമൻറ്റും. അങ്ങനെ പല വിധത്തിലുള്ള കമൻറ്റുകളാണ് സ്റ്റേജിൻ്റെ താഴെ ഇരിക്കുന്ന ഓരോരുത്തരായിട്ട് പറയുന്നത്. അവർക്ക് പിന്നെ പറഞ്ഞിരിക്കാനായിട്ട് ഒരു കാരണമായല്ലോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അത് തന്നെയായിരിക്കും അവരുടെ സംസാര വിഷയം, ഏതെങ്കിലും പുതിയൊരു കാര്യം കിട്ടുന്നോടം വരെ. അപ്പം അതുകൊണ്ട് അവരിങ്ങനെ പരസ്പരം നോക്കി ചിരിക്കുക. ആ സമയം ഭാസ്കരൻ്റെ പെങ്ങളും ചേട്ടൻ ഗംഗാധരൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. ഗംഗാധരൻ പറഞ്ഞു, കണ്ടില്ലേ, ഇന്ന് കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല, റിസപ്ഷനും നടക്കില്ല, വെറുതെ ആവും, ആഹാരം ഉണ്ടാക്കിയതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഈ സമയം ഭാസ്കരൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു തൻ്റെ കൂട്ടുകാരുടെ ഒപ്പം. കഴിക്കണം, നിനക്കൊക്കെ ഇഷ്ടം പോലെ കഴിച്ചോ കുടിച്ചോ, എന്ത് വെള്ളം ഉണ്ടാവും, ഇന്ന് ഭാസ്കരൻ്റെ മകൻ്റെ കല്യാണമൊക്കെയാണ്. അപ്പോഴാണ് സുഭാഷ് ആ കാര്യം പറയുന്നത്. പാട്ട് നിർത്താൻ പറയണം. ഒരു വേള എല്ലാവരും നിശബ്ദരായി. ഭാസ്കരൻ ഇങ്ങനെ നോക്കുവാണ്. ഇതെന്താ ഇവരും പാട്ട് നിർത്താൻ പറഞ്ഞേ? നല്ലൊരു കാര്യം നടക്കണ സമയത്ത് പാട്ട് നിർത്താൻ പറയാനെന്താ? ഇവനെ തലയ്ക്ക് ഓളം ഉണ്ടാവും. ഭാസ്കരൻ പറഞ്ഞു, എന്തിനാണ് പാട്ട് നിർത്തുന്നത്? പാട്ട് നിർത്താനല്ലേ പറഞ്ഞേ. അങ്ങനെ പാട്ട് നിർത്തി. സുഭാഷ് ഒടുവിൽ വിഷമിച്ച് സ്റ്റേജിലേക്ക് കയറുക. ഇനിയിപ്പോൾ ഇവരെ പിടിച്ചെടുത്തുന്നാൽ അർത്ഥമില്ല, സമയം ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കും, നാട്ടുകാരുടെ മുന്നിൽ ഇനിയും നാണം കിടണം, അങ്ങനെയായിരിക്കും വിധി എന്നൊക്കെ ഓർത്തുകൊണ്ട് സുഭാഷ് സ്റ്റേജിലേക്ക് കയറി സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് തല ഉയർത്താൻ പോലും പറ്റാതെ അവിടെ നിൽക്കുക. എങ്ങനെ ഉയർത്തി നോക്കും? ആൾക്കാരുടെ മുന്നിൽ നാണം കിടാൻ പോവല്ലേ. എല്ലാവരും പറയുന്ന പോലെ പെണ്ണുങ്ങൾ വാഴില്ല എന്ന് വീണ്ടും തെളിയിക്കാനായിട്ട് പോവാണ്. ഒടുവിൽ സുഭാഷ് കയറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെയുള്ളൊരു ഇതെന്താ അത്? കുറേ സമയമല്ലോ റിസപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിളിച്ചുകൂടി ഇരുത്തുന്നേ, എന്താ കാര്യങ്ങൾ വല്ലതും നടക്കുമെന്ന് ചോദിച്ചു. സുഭാഷ് പറഞ്ഞു, എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. ഈ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. ഇപ്പം നന്ദിയല്ല പറയണ്ടേ, പെണ്ണിനെയും ചെറുക്കനെയും വിളിക്കുക, റിസപ്ഷൻ നടക്കുമല്ലോ എന്നൊക്കെ ഞങ്ങൾക്ക് അറിയണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, എല്ലാവർക്കും ഉള്ള ആഹാരമൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, എല്ലാവരും ആഹാരം കഴിച്ചിട്ടേ പോകാവുള്ളൂ. ആഹാരം കഴിക്കുന്നതൊക്കെ പിന്നത്തെ കാര്യം സുഭാഷേ, ഇവിടെ ഞങ്ങൾ റിസപ്ഷന് വേണ്ടി വിളിച്ചാ പെണ്ണും ചെക്കനും ഇങ്ങോട്ട് വരട്ടെ, അതിനുശേഷമല്ലേ ആഹാരമൊക്കെ. ആദ്യം അവർ വരട്ടെ, റിസപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഭാസ്കരനും ഭയങ്കര ടെൻഷനായി, ഇങ്ങനെ എന്തായെന്ന് അറിയത്തില്ലാതെ. അപ്പോഴേക്കും ഗംഗാധരൻ്റെ പെങ്ങൊക്കെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക. കല്യാണം മുടങ്ങി, നടക്കില്ല, പെണ്ണ് ഒളിച്ചോടിപ്പോയി. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി അവരിങ്ങോട്ടേക്ക് വന്നതുപോലും. മുന്നിൽ വന്നിരിക്കേണ്ടതാണ്, ചടങ്ങുകളൊക്കെ കൂടേണ്ടതാണ്. പക്ഷേ എങ്കിൽ പിന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു
മംഗളമുഹൂർത്തത്തിന് സാക്ഷിയാവാൻ വേണ്ടിയിട്ട്, കല്യാണം നടക്കാതെ നാണം കിട്ടി നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും സുഭാഷ് ഇങ്ങനെ വല്ലാതെ വേർത്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ പറയേണ്ടതെന്ന് ഓർത്ത്. അതെ, നിങ്ങൾ എല്ലാവരും ആഹാരം കഴിച്ചിട്ട് പോവുള്ളൂ, അത് തന്നെയല്ലേ ഇപ്പോഴും പറഞ്ഞേ. ആഹാരം കഴിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, അത് പിന്നെ കല്യാണം എന്ന് പറഞ്ഞപ്പോഴത്തേനും ചേട്ടാന്നൊരു വിളി വരുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ നിധി സാരിയൊക്കെ കൊടുത്ത നല്ല സുന്ദരി കുട്ടിയായിട്ട് അങ്ങോട്ട് വരുവാണ്. ആ കാഴ്ച കണ്ടപ്പോൾ സുധീഷ് പോലും ഞെട്ടിപ്പോയി. ഇതെങ്ങനെ സംഭവിച്ചു? ഇവള് വരില്ല എന്ന് കരുതി, കല്യാണം മുടങ്ങിയെന്ന് കരുതി എല്ലാവരും ഭയങ്കര ടെൻഷനോടെ കൂടി നോക്കി നിൽക്കണം. എല്ലാവരും എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റേജിൻ്റെ താഴെ ഇരിക്കുന്നവരല്ല, സുഭാഷും സുധീഷും അവരൊക്കെ ഇങ്ങനെ വീട്ടിലുള്ളവർ. അപ്പോഴാണ് നിധിയുടെ വരവ്. സുധീഷിന് ഭയങ്കര സന്തോഷമായി. സുധീഷ് പെട്ടെന്ന് നിധിയോട് എന്നിട്ട് പറഞ്ഞു താങ്ക്സ് എന്ന് പറയണം. ഭാസ്കരൻ അങ്ങോട്ട് വന്നു. ഭാസ്കരൻ വന്നിട്ട് പറഞ്ഞു ആഹാ കൊള്ളാലോ, ഇതെന്താ ഇവിടെ നിൽക്കുന്ന രണ്ടുപേര് സ്റ്റേജിലേക്ക് അങ്ങോട്ട് കയറാൻ പറയാണ്. ഒടുവിൽ സുധീഷ് നിധിയെ വിളിച്ചു. നിധിക്ക് കയറാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ സ്റ്റേജിലേക്ക് കയറി. ആ സമയത്ത് സൈഡിലേക്ക് സുഭാഷ് മാറി എന്നിട്ട് കൈ കൂപ്പി നിധിയോട് താങ്ക്സ് എന്ന് പറയണം, നന്ദിയുണ്ടെന്ന്. അതുപോലെ തന്നെ സുധീഷും പറഞ്ഞു ഈ മാനക്കേടിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് നിധി അങ്ങോട്ട് വന്നതാ. അപ്പോഴേക്കും അവിടെ നിന്നിരുന്ന ഗംഗാധരൻ്റെ ഒക്കെ മുഖം മാറി. ഗംഗാധരൻ പെട്ടെന്ന് സുനിതയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു എടി വരാൻ പറയണം. ആ സമയത്ത് സുനിതയുടെ അമ്മ പറഞ്ഞു വാ ഇങ്ങോട്ട്, ഇനി ഇവിടെ എന്ത് നോക്കി നിൽക്കുന്ന, മര്യാദയ്ക്ക് വരാൻ പറയണം. എന്താ അമ്മേനെയൊക്കെ വിളിച്ചനുസരിച്ച് കല്യാണം കൂടാൻ വന്നല്ലേ, റിസപ്ഷൻ വന്നല്ലേ, കൂടിയിട്ട് പോയാൽ മതി. ഒരെണ്ണം കിട്ടി തന്നുണ്ടല്ലോ. അതെ അമ്മ, കല്യാണം നടക്കല് നിർത്ത് വന്നല്ലേ. കല്യാണം നടക്കുവാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായല്ലേ. എന്നാലും ഇത് അധിക പ്രസംഗം പറയാതെ പൊയ്ക്കോണം അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ആ സുനന്ദിനെ അങ്ങോട്ട് ഓടിച്ചു വിടുവാണ്. സുനന്ദി പറഞ്ഞു ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് മാറിപ്പോയി. ആ സമയത്ത് ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഓരോ പോസ് പറയണം, ചേർന്ന് നിൽക്കുക, അങ്ങോട്ട് നിൽക്കുക, ഇങ്ങോട്ട് നിൽക്കുന്നൊക്കെ. നിധി അണിച്ചിട്ട് ഗ്യാപ്പിട്ടാ നിൽക്കുന്നത്, അകന്നാ നിൽക്കുന്നത്. ആ സമയം സുധീഷ് നിധിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. നിധി സുധീഷിനെ ഒന്ന് നോക്കി. സുധീഷിന് കാര്യങ്ങൾ അറിയാം. സുഭാഷ് ആണെങ്കിൽ ആകപ്പാടെ വിഷമിച്ച് നിൽക്കുക. എന്തായി തീരുമെന്ന് അറിയത്തില്ല. നിധിക്കും സുധീഷിന് ഇഷ്ടമില്ലാതെയാണ്, അതായത് സുധീഷിന് ഇഷ്ടമാണ്, നിധിക്ക് ഇഷ്ടമില്ലാതെയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നുള്ള കാര്യം സുഭാഷിന് നന്നായിട്ടറിയാം. അതെങ്ങനെയാവുമെന്നും അറിയത്തില്ല. അപ്പം അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ സുഭാഷിനും ഉണ്ടായിരുന്നു. തേമേ ഇതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു ഒരു ചിന്തയായിരുന്നു മനസ്സറിയുണ്ടായിരുന്നേ. അങ്ങനെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഒടുവിൽ സുഭാഷ് ഇനി മതിയെന്ന് പറയണം. മതിയെന്നോ, അതെങ്ങനെ ശരിയാവും? അതെ ഇപ്പോഴാണെങ്കിൽ കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടുള്ളൂ, ഇനി കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും ടയേർഡായി പോവില്ലേ, അപ്പം പിന്നെ നല്ല ഫോട്ടോസുകൾ കിട്ടില്ല എന്ന് പറയണം. ഒടുവിൽ ഭാസ്കരൻ പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ എല്ലാവരും ഭാസ്കരനെ നോക്കണം. പാട്ട് വെക്കുന്ന അവരുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഈ കെട്ടിമേളത്തിൻ്റെ ഉണ്ടോ, ഉണ്ടെങ്കിൽ അതങ്ങോട്ട് വെക്കാൻ പറയണം. കല്യാണ സമയത്ത് കൊട്ടുന്ന ആ മേളം ഉണ്ടല്ലോ, അപ്പോൾ അതങ്ങോട്ട് വെക്കാൻ പറഞ്ഞു. ആ പാട്ട് അങ്ങോട്ട് വെക്കാൻ പറയണം. ആ സംഗീതം മുഴങ്ങട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആർക്കും ഒന്നും മനസ്സിലായില്ല. അവിടെ നിന്ന് ചന്തുവിനോട് പറഞ്ഞു എടാ അതൊക്കെ കൂടെ കൊണ്ടുവരാൻ പറയണം. ചന്തു അപ്പം പൂത്താലോ കൊണ്ടുവന്നു. അങ്ങനെ അത് ചന്തുവിനോട് പറഞ്ഞു ആ മാലയൊക്കെ കൊടുത്തിട്ട് ഞാൻ പറയണേ. ചന്തു മാലയൊക്കെ എടുത്തിട്ട് കൊടുത്തു. ബാക്കി എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. സുധീഷിനോ സുഭാഷിനോ നികേഷിനോ ഹരീഷിനോ ഒന്നും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഭാസ്കരൻ കൊണ്ടേ മാല സുഭാഷിനെ ഏൽപ്പിച്ചിട്ട് രണ്ടുപേർ കൂടെ കൊടുക്കാൻ പറയണം. പരസ്പരം അണിയിക്കാനുള്ള മാലയാന്ന് പറഞ്ഞു. സുഭാഷിനെ അന്താളിപ്പോടെ നോക്കണം. ആ സമയം നികേഷ് ഹരീഷിനോട് പറഞ്ഞു ഇത് എന്ത് പറ്റിയത് നമ്മുടെ അച്ഛന്, അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് പറയണം. അവിടെ സ്റ്റേജിന് താഴെ ഇരിക്കുന്നവരൊക്കെ അന്തം വിട്ട് പരസ്പരം നോക്കുകയാണ്. ഇങ്ങനെയൊന്നും അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. സുഭാഷ് നിധിക്കും സുധീഷിനും ഓരോ മാല കൊടുത്തു. ആ സമയം ഭാസ്കരൻ പറഞ്ഞു പരസ്പരം മാല അണിയിക്കാൻ പറയാണ്. മാല അണിയിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം സുധീഷിന് സന്തോഷമായി. രക്ഷപ്പെട്ടു. പക്ഷെ നിധിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. സുധീഷ് പെട്ടെന്ന് മാല അണിയിച്ചു. പക്ഷെ നിധി മാല ഇടുന്നില്ല. സുഭാഷിനും ഭയങ്കര പേടിയായി. ഇനി ഇവള് മാല ഇടത്തില്ലേ, എല്ലാവരുടെ മുന്നിൽ നാണം കിടുമെന്നൊരു ചിന്ത. ഭാസ്കരൻ പറഞ്ഞു എന്താ നോക്കിയിരിക്കുന്നേ, ഇടാൻ പറഞ്ഞു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ നിധി സുധീഷിന്റെ കഴുത്തിൽ മാല ഇടുവാണ്. വല്ലാത്തൊരു ടെൻഷനായിരുന്നു ആ സമയത്തൊക്കെ നിധിക്ക്. മാല ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് എന്ത് ചെയ്തു, അവിടെ നിന്ന് ഭാസ്കരൻ ഒരു കാര്യം ചെയ്തു. ഭാസ്കരന് തൻ്റെ കയ്യിൽ നിന്ന് ഒരു താലിമാല അങ്ങ് എടുക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് സുഭാഷ് സുധീഷ് എല്ലാം ഞെട്ടിപ്പോയി. നിധി ഒരു ഞെട്ടലോടുകൂടി ഇങ്ങനെ നോക്കുവാണ്. ഇതൊക്കെ എന്താ സംഭവിക്കുന്നത് അറിയാതെ ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങോട്ട്. പിന്നീട് സുധീഷിൻ്റെ കയ്യിലേക്ക് ഇത് കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഇവളുടെ കഴുത്തിലേക്ക് ഇടാൻ പറയാണ്. മഞ്ഞച്ചരടയിലൊരു താലി ഇട്ടുകൊണ്ടാണ് ഇത് നടന്നിരുന്നത്, ഇത് അങ്ങോട്ട് ഇടാൻ പറയണം. ഒരു നിമിഷം എല്ലാവരും അന്താളിപ്പോടെ നിൽക്കുകയാണ്. കാരണം കെട്ടിമേളം മുഴങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇടാനായിട്ട് പറയണേ. പിന്നീട് ഭാസ്കരൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞു എൻ്റെ മകന് ഒരു പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്നൊക്കെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി മുതൽ ഇവൻ്റെ ഭാര്യയാണ് ഇവള്.
അതുകൊണ്ടാണ് ഈ കല്യാണ റിസപ്ഷന്റെ സമയത്ത് വീണ്ടും ഒരു മാലയുടെ ചടങ്ങൊക്കെ നടത്തുന്നതെന്ന് പറയാം. എല്ലാവർക്കും സന്തോഷം സമാധാനം ആയല്ലോ. ഇനി കുറ്റം പറയാനുള്ളവരൊക്കെ പറഞ്ഞോളാൻ പറയണം. ഭാസ്കരൻ അങ്ങോട്ട് തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ സ്റ്റേജിലിരുന്ന് എല്ലാവരും ശരിക്കും സ്റ്റേജിലല്ല, സ്റ്റേജിന് താഴെ ഇരുന്ന് കുറേ കുശുമ്പുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വലിയൊരു അടി തന്നെയായിരുന്നു. ആ സമയം ഗംഗാധരൻ്റെ പെങ്ങളൊന്ന് നോക്കി, ഇനി എന്ത് കാണാൻ നിൽക്കുക, ഇങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞിട്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. അവർ പ്രതീക്ഷ കാര്യമൊന്നും അല്ലല്ലോ നടന്നത്. ഈ സമയത്ത് താലിമാല ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ട് നിധി വേണ്ടാന്ന് കണ്ടുകൊണ്ട് കാണിക്കുക. അപ്പോഴത്തേക്ക് സുധീഷ് പറഞ്ഞു, പ്ലീസ് ഇത് ഊരി വെക്കാലോ എന്നൊക്കെ പറയണം. ഒടുവിൽ നിധിയുടെ കഴുത്തിലേക്ക് അതും കൂടി വിടുവാണ്. ഈ സമയത്ത് ഭാസ്കരനോട് വന്നിട്ട് പറഞ്ഞു, അതെ ആരെങ്കിലും ഒരാൾ എന്നിട്ട് അപ്പം ഒരു മഞ്ഞച്ചയുടെ താലി ഇട്ടിരിക്കുമല്ലേ, ആ താലിമാലയിലേക്ക് ആ താലി ഇങ്ങ് എടുത്തിടാൻ പറയാണ്. അങ്ങനെ ആ താലിമാലയിലേക്ക് താലിയും കൂടി ഊരി മാറ്റുകയാണ്. അവിടെ വെച്ച് തന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടത്തി. ഇതെല്ലാം കണ്ട് നിന്ന് വല്ലാത്ത സന്തോഷമൊക്കെ തോന്നി നികേഷിനും ഹരീഷിനും ഒക്കെ. അവർക്ക് അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നല്ലോ. പക്ഷെ നിധിക്ക് ഭയങ്കര ടെൻഷന്. ദൈവമേ, വീണ്ടും തൻ്റെ കഴുത്തിൽ ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷയല്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരു ബുദ്ധിമുട്ടോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.